ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യാനും നിങ്ങളിത് കാണാനും ഇടയായത് സാക്ഷാൽ പരമശിവൻ നിമിത്തമാണ്, നമ്മുടെ സ്വന്തം ശിവനച്ചൻ നിമിത്തം. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീർന്ന് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ, ജീവിതം ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായി തീരാൻ ഭഗവാൻ എന്നിലൂടെ അരുൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. 7 കാര്യങ്ങൾ ഞാനിന്ന് പറയുന്നുണ്ട്. ഈ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യണേ. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീരും. നിങ്ങളുടെ ജീവിതം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ട് നിറയുന്നതായിരിക്കും. പറയുന്നത് പരമശിവനാണ്, നമ്മുടെ സ്വന്തം ശിവനച്ചൻ. ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, തന്നും തരാതെയും ഭഗവാൻ പരീക്ഷിക്കും എന്നുള്ളതാണ്. ഒരുപാട് പരീക്ഷിക്കും, പക്ഷേ ഒരിക്കലും കൈവിടത്തില്ല. അനുഗ്രഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ട് മൂടുന്ന ദേവനാണ് പരമശിവൻ എന്ന് പറയുന്നത്. ആ പരമശിവൻ്റെ ഭഗവാന്റെ 7 ഭഗവാനെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം എല്ലാവരും ഇത് കേട്ടിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന 2 എണ്ണം വീട്ടിൽ ചെയ്യുക. ആ വീട് രക്ഷപ്പെടും, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും. ദീർഘിപ്പിക്കുന്നില്ല, ഒന്നൊന്നായിട്ട് കാര്യത്തിലേക്ക് വരാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീടിൻ്റെ വടക്ക് വശം ഉണ്ടല്ലോ, വീടിൻ്റെ വടക്ക് ഭാഗം, ആ വടക്ക് ഭാഗത്ത് ഒരു വെറ്റിലക്കൊടി നട്ടു വളർത്തുക. എന്താണ് വെറ്റിലക്കൊടി എന്ന് പറയുന്നത്? വെറ്റിലച്ചെടി. നമുക്ക് നഴ്സറിയിലൊക്കെ വളരെ തുച്ഛമായ പൈസയ്ക്ക് വാങ്ങാൻ കിട്ടും വെറ്റിലക്കൊടി. അപ്പോൾ ആ ഒരു വെറ്റിലച്ചെടി കൊണ്ടുവന്ന് നമ്മളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് നട്ടു വളർത്തുക. പെട്ടെന്ന് വളർന്നു കിട്ടും. ഈശ്വരാധീനമുള്ള ചെടിയാണ് കേട്ടോ. ഈ വെറ്റിലക്കൊടിയിൽ പരമശിവൻ വസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വെറ്റില ഇലയുണ്ടല്ലോ, ആ വെറ്റിലക്കൊടി അവിടെ വളർന്നു വരുമ്പം ഒരു തുളസിയെ പരിപാലിക്കുന്ന പോലെ. എങ്ങനെയാണ് നമ്മൾ തുളസിയെ പരിപാലിക്കുന്നത്? പ്രത്യേകം അതിന് കല്ലൊക്കെ വെച്ച് തിരിച്ച് മറ്റു ചെടികളിൽ നിന്ന് നമ്മൾ പരിപാലിച്ച് നിർത്തും അല്ലേ എന്ന് പറയുന്ന പോലെ ആ ഒരു വെറ്റില ചെടി വീടിൻ്റെ വടക്ക് ഭാഗത്ത്, വേറെ എവിടെയല്ല, വടക്ക് ഭാഗത്ത് നട്ടു വളർത്തുക. ആ വെറ്റിലക്കൊടി ഒന്ന് വളർന്നു വരുമ്പം എല്ലാ തിങ്കളാഴ്ച തോറും ആ വെറ്റില ചെടിയിൽ നിന്ന് ഒരു ഇല ഇറുത്തെടുക്കുക. എല്ലാ തിങ്കളാഴ്ച തോറും ഒരു വെറ്റില ഇല ഇറുത്തെടുക്കുക. ഇറുത്ത ആ വെറ്റിലയില കൊണ്ടുവന്ന് സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത്, നിലവിളക്കിൻ്റെ അടുത്തൊരു ശിവചിത്രം വീട്ടിലുണ്ടെങ്കിൽ ആ ശിവചിത്രത്തിന് മുന്നിലോ, അല്ലെങ്കിൽ നിലവിളക്കിനെ തന്നെ ഭഗവാൻ പരമശിവനായി സങ്കല്പിച്ചുകൊണ്ട് ആ നിലവിളക്കിൻ്റെ മുന്നിലോ കൊണ്ടുവന്ന് സമർപ്പിക്കുക. സമർപ്പിക്കുന്ന സമയത്ത് ആ വെറ്റില ഇലയോടൊപ്പം ഒരു ചിരാത് വെച്ചൊരു നെയ്വിളക്ക് കൂടി കത്തിക്കാവുന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായിരിക്കും കേട്ടോ. ശിവചിത്രമുള്ളവർ ഈ വെറ്റില ഇല എല്ലാ തിങ്കളാഴ്ച തോറും ഇത്തരത്തിൽ കത്തിക്കുക. ആ വീട്ടിൽ പരമശിവൻ വരുമെന്നാണ് പറയുന്നത്, ഭഗവാൻ വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വെളിയിൽ നിന്ന് വെറ്റില വാങ്ങേണ്ട, വീട്ടിൽ തന്നെ വളർത്തി ചെയ്യാമെങ്കിൽ അതാണ് ഏറ്റവും ഗംഭീരമെന്ന് പറഞ്ഞത്. ഭഗവാൻ ആ വീട്ടിൽ വസിക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ വീട്ടിലുള്ള ഓരോ വ്യക്തികൾക്കും ഉയർച്ച കൈവരുമെന്നാണ് പറയുന്നത്. വേറെ ഒരു മന്ത്രവും ചൊല്ലണ്ട കേട്ടോ. ആ വെറ്റില സമർപ്പിച്ച് നെയ്വിളക്കം തെളിയിച്ച് 2 കൈകളും കൂപ്പിക്കൊണ്ട് ഓം നമഃശിവായ മാത്രം ചൊല്ലിയാൽ മതി. ഇതാരും പറഞ്ഞു തരാത്ത രഹസ്യം, പക്ഷെ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ ഉയർച്ചയുള്ള കാര്യമാണ്. വീടിൻ്റെ വടക്ക് ഭാഗത്തൊരു വെറ്റിലക്കൊടി നട്ട് വളർത്തുക. ഉടനെ അത് ചെയ്യാൻ പറ്റത്തില്ല, അതൊന്ന് വളർന്നു വരണം, കുറച്ച് ഇല ഇടണം. ഇലയിട്ട് അതൊന്ന് പടർന്നു തുടങ്ങുമ്പോഴേക്കും എല്ലാ തിങ്കളാഴ്ചയും പെട്ടെന്ന് വളർന്നോളും. ചെറുതായിട്ട് നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് നനച്ചൊക്കെ കൊടുത്താൽ മതി, പെട്ടെന്ന് തഴച്ച് വളരും. ആ വെറ്റിലക്കൊടിയിൽ നിന്ന് എല്ലാ തിങ്കളാഴ്ചയും ഓരോ ഇല കൊണ്ടുവന്ന് ഇത്തരത്തിൽ സമർപ്പിച്ച് ആ നിലവിളക്കിന് മുന്നിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ചിത്രത്തിന് മുന്നിൽ സമർപ്പിച്ച് ഒരു നെയ്വിളക്ക് തിങ്കളാഴ്ച തോറും നിലവിളക്ക് വയ്ക്കുമ്പം കത്തിക്കുക. ഏറ്റവും ഐശ്വര്യമാണ്. ഭഗവാനായിട്ടാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതറിയാൻ കഴിഞ്ഞത് മഹാഭാഗ്യം. പറയാൻ കഴിഞ്ഞത് ഭഗവാൻ എന്നിലൂടെ പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിനടുത്ത് ഒരു ശിവക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും, ഇനി എന്തൊക്കെ പൈസ ഇല്ല, ഇനി എത്രയൊക്കെ ടൈറ്റാണെന്ന് പറഞ്ഞാലും എല്ലാ മാസവും, എല്ലാ മലയാള മാസവും കണക്ക് വെച്ച് ഏതെങ്കിലും ഒരു ദിവസം, അത് ഇന്ന ദിവസമെന്ന് തന്നെ ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ സൗകര്യാർത്ഥം മതി, നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ദിവസം മതി, പക്ഷേ മുടങ്ങരുത്. എല്ലാ മലയാള മാസവും ഇനി എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഒരു ജലധാര ശിവൻ ആ അമ്പലത്തിൽ നടത്തുക. അതിൽ പരമൊരു ഐശ്വര്യം വേറെ കിട്ടാനില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഭഗവാൻ ഒരുപാട് രീതിയിൽ പരീക്ഷിക്കും. ചിലപ്പം തന്നും തരാതെയൊക്കെ പരീക്ഷിക്കും. ചില മാസം നമ്മുടെ ഈ പൈസ കാണത്തില്ല, ഒരു ഗതിയും കാണാത്തൊരവസ്ഥയായിരിക്കും. ആ അവസ്ഥയിൽ പോലും നിങ്ങൾ ഭഗവാനെ വിടാതെ ഈ ജലധാര കഴിപ്പിച്ച് നോക്കിക്കേ. ചില മാസങ്ങളിൽ ഭഗവാൻ എല്ലാം കൊണ്ടും നമ്മളെ ടൈറ്റ് ചെയ്ത് പരീക്ഷിക്കും, ഭക്തി പരീക്ഷിക്കും. അപ്പോൾ പല രീതിയിൽ നമുക്ക് അയ്യോ ജലധാരയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ, എടുക്കാനില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഞെരുങ്ങിപ്പോവും. ആ അവസ്ഥയിൽ പോലും കടം വാങ്ങിയിട്ടാണെന്നുണ്ടെങ്കിലും ഭഗവാന് ഒരു ജലധാര കൊണ്ടുപോയി കഴിപ്പിച്ച് നോക്കിക്കേ, മുടങ്ങാതെ കഴിപ്പിച്ച് നോക്കിക്കേ. എല്ലാ മാസവും ഒരൊറ്റ ജലധാര, വേറെ വഴിപാടും പൂജയൊന്നും വേണ്ട, ഒരൊറ്റ ജലധാര വെച്ച് മുടങ്ങാതെ 12 മാസം ഉണ്ടെങ്കിൽ 12 മാസവും ഓരോ ജലധാര കഴിപ്പിച്ച് നോക്കിക്കേ. ജീവിതം മാറുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇത് ഞാൻ പറയാതെ തന്നെ ഇവിടെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അറിയാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ള അമ്മമാർ, ഗൃഹനാഥന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. അവരെ ഞാൻ കൈയെടുത്ത് വണങ്ങുന്നു. ഓം നമഃശിവായ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ്, രാത്രി ഉറങ്ങാൻ പോകുമല്ലോ, എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന മന്ത്രം എല്ലാവരും ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കിടക്കണേ. അത് നിങ്ങളിപ്പോൾ ദേഹശുദ്ധി വരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ മാസമുറ ആർത്തവ സമയമൊക്കെയാണ്, അതുകൊണ്ട് അശുദ്ധിയൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. ഏത് സമയത്താണെന്നുണ്ടെങ്കിലും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഈ മന്ത്രം ചൊല്ലി മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങി നോക്കിക്കേ. മന്ത്രം ഇങ്ങനെയാണ്: ഓം ഹ്രീം നമഃശിവായ. ഇത് ശക്തി പഞ്ചാക്ഷരി മന്ത്രമാണ്. ഒരുപാട് പേര് ചൊല്ലുന്നവരെ എനിക്കിവിടെ അറിയാം. ഓം ഹ്രീം നമഃശിവായ. എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓം ഹ്രീം നമഃശിവായ, ഓം ഹ്രീം നമഃശിവായ, ഓം ഹ്രീം നമഃശിവായ എന്ന് ചൊല്ലിക്കൊണ്ട് കിടന്നുറങ്ങിക്കേ. നിങ്ങളുടെ ജീവിതം നാൾക്ക് നാൾ വിജയത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതായത് സാക്ഷാൽ ശിവപാർവതി സമന്വയ മന്ത്രമാണ് ഓം ഹ്രീം നമഃശിവായ അഥവാ ശക്തി പഞ്ചാക്ഷരി എന്ന് പറയുന്നത്. ഏതൊരുവനാണോ ഏതൊരുവളാണോ ഇത് ചൊല്ലി ഭഗവാനെ ദിവസവും പ്രാർത്ഥിക്കുന്നത്, നിത്യവും പ്രാർത്ഥിക്കുന്നത്, അവരുടെ ജീവിതം രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ. ഏതാപത്തിലും ശിവപാർവതിമാർ നിങ്ങളുടെ സഹായത്തിനെത്തും എന്നുള്ളതാണ്. ഭഗവാൻ മാത്രമല്ല, അമ്മ മഹാമായ സർവശക്ത പൊന്നുതമ്പുരാട്ടി ഭഗവതി ശ്രീ പാർവതിയും നിങ്ങളുടെ സഹായത്തിനെത്തും എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. അടുത്തത്, നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കറുത്തവാവ് ദിവസം ഉണ്ടല്ലോ, എല്ലാ മാസവും കറുത്തവാവ് എന്നാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് ആ കറുത്തവാവ് ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾ തങ്ങളുടെ ഈ കൺമഷിക്കൂടുണ്ടല്ലോ, കൺമഷി ചെപ്പ്, കൺമഷിക്കൂടെന്നൊക്കെ നമ്മൾ പറയും, കൺമഷി അണിയുന്ന കൺമഷിക്കൂട്, ആ കൺമഷിക്കൂട് കൊണ്ടുവന്ന് നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിച്ച്, ശിവചിത്രമുണ്ടെങ്കിൽ ശിവചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കത്തിച്ച് വെച്ച് ആ ശിവചിത്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ട് ആ കൺമഷിക്കൂട്, നിലവിളക്ക് അണയ്ക്കാൻ പോകുന്ന സമയത്ത് ആ കൺമഷിക്കൂടിൽ നിന്ന് കൺമഷി എടുത്ത് കണ്ണിലണിയുക. സാധാരണ പോലെ കണ്ണിലണിയുക എന്നുള്ളതാണ്. ആ സ്ത്രീയിലൂടെ ആ വീടിന് എല്ലാ ചൈതന്യവും കൈവരുമെന്നാണ് പറയുന്നത്. ആ സ്ത്രീ മഹാലക്ഷ്മിയാക്കപ്പെടുമെന്നാണ് പറയുന്നത്. ആ വീട്ടിലെ ആ ഇത് ചെയ്യുന്ന, കർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന സ്ത്രീ ആരാണോ ആ സ്ത്രീ മഹാലക്ഷ്മിയായി തീരും, മഹാലക്ഷ്മിയാക്കപ്പെടുമെന്നാണ് പറയുന്നത്. ആരാൽ? പരമശിവനാൽ. മഹാലക്ഷ്മി ദേവിയെ അനുഗ്രഹിച്ച ദേവനാണ് സാക്ഷാൽ പരമശിവൻ എന്ന് പറയുന്നത്. ആ പരമശിവന്റെ അനുഗ്രഹത്താൽ ഇത് ചെയ്യുന്ന ആ വീട്ടിലെ സ്ത്രീ സാക്ഷാൽ മഹാലക്ഷ്മിയായി തീരും. അപ്പം ഇനി കറുത്തവാവ് ദിവസം വിളക്ക് കത്തിക്കുന്ന സ്ത്രീകൾ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. നിങ്ങളുടെ മഷിക്കൂട് കൊണ്ടുവന്ന് നിലവിളക്കിന് മുന്നിൽ വെച്ച് ആ നിലവിളക്കിന് മുന്നിൽ നിന്ന് ശിവഭഗവാനെ പ്രാർത്ഥിച്ച് ഓം നമഃശിവായ ചൊല്ലി പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം, നിങ്ങൾക്ക് പറയാനുള്ളതും ഭഗവാനോട് അറിയിക്കാനുള്ളതും
കാര്യങ്ങളൊക്കെ ഭഗവാനോട് പറഞ്ഞ് നമ്മുടെ അച്ഛനോട് പറയുന്ന പോലെ ശിവൻ അച്ഛനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ച് ആ മഷിക്കൂട് അവിടെ സമർപ്പിച്ച് എല്ലാം വിളക്കണയ്ക്കാൻ പോകുന്ന ഒരു അരമണിക്കൂർ അതവിടെ വെച്ചതിന് ശേഷം സമർപ്പിച്ചതിന് ശേഷം ആ മഷിക്കൂട് വിളക്കണയ്ക്കുന്നതിന് മുമ്പ് എടുത്ത് കണ്ണിലണിയുക. ഏറ്റവും ചൈതന്യമായിരിക്കും കേട്ടോ. ഒരുപാട് പേര് ഇത് ചെയ്യുന്നവരുണ്ടെന്നറിയാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അടുത്തത് 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പിറന്നാൾ ദിവസം ഉണ്ടല്ലോ, ഇത് കാണാൻ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി, നിങ്ങളുടെ പിറന്നാൾ ദിവസം നിങ്ങളുടെ വീട്ടിനടുത്ത് എവിടെയാണോ അന്നദാനം നടക്കുന്ന ശിവക്ഷേത്രമുള്ളത്, അല്ലെങ്കിൽ അന്നദാനത്തിന് പണം സ്വീകരിക്കുന്ന ശിവക്ഷേത്രം ഉള്ളത്, ആ ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങളാൽ കഴിയുന്ന ഒരു തുക ആ ഒരു അന്നദാനത്തിലേക്ക് കൊടുക്കുക. തുക എന്ന് പറയുമ്പോൾ ആരും പേടിക്കണ്ട, വലിയ പൈസയൊന്നും അല്ല പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ വലുതായിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലറ പൈസ കൊണ്ടുപോയി അവിടുത്തെ അന്നദാന വഞ്ചിയിലിട്ടാൽ മതി, അല്ലെ അന്നദാനത്തിന് വെച്ചിരിക്കുന്ന ഭണ്ഡാരത്തിലിട്ടാൽ മതി. ഇല്ല, ഒരു 100 രൂപയായിട്ട് എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ 100 രൂപ കൊണ്ടുപോയി അവിടുത്തെ അന്നദാന ഫണ്ട് ഉണ്ടാവും, ആ അന്നദാന ഫണ്ടിലേക്ക് ഡൊണേഷനായിട്ട്, ദാനമായിട്ട് നിങ്ങളുടെ പിറന്നാൾ ദിവസം ചെയ്യുക. അത് ശിവക്ഷേത്രത്തിൽ ചെയ്യുക. ശിവക്ഷേത്രം ഇപ്പോൾ ഓച്ചിറ അമ്പലത്തിൽ ചെയ്യാൻ സാധിക്കും, വൈക്കത്തപ്പൻ്റെ മണ്ണിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ഏറ്റുമാനൂർ ചെയ്യാൻ പറ്റും. അങ്ങനെ എവിടെയാണോ ശിവക്ഷേത്രത്തിൽ അന്നദാനത്തിന് ഫണ്ട് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അന്നദാനത്തിന്, നിത്യാന്നദാനത്തിനും മറ്റുമായിട്ട് പണം സ്വീകരിക്കുന്നത്, നിങ്ങളുടെ പിറന്നാൾ ദിവസം, മറ്റ് ദിവസങ്ങളിലല്ല. ഇപ്പം നിങ്ങളുടെ പിറന്നാൾ ഇന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വൈകുന്നേരം അമ്പലത്തിൽ പോകുമ്പം അത് കൊണ്ടുപോയി നിങ്ങളുടെ ആ ഒരു പിറന്നാൾ ദിവസം ഭഗവാന് സമർപ്പിച്ച് അവിടെ പോയി ഭഗവാനെ കണ്ടു തൊഴുക. ജീവിതത്തിൽ ഒരിക്കലും സമ്പത്തിന് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല കേട്ടോ. വെച്ചടി ആയിരിക്കും ജീവിതം കുതിച്ചുയരുന്നത്. ഇത് നിത്യം ചെയ്യുന്നവരുണ്ട് ശിവക്ഷേത്രത്തിൽ, അവർക്കതിൻ്റെ ഗുണം കിട്ടുന്നുമുണ്ട് എന്നുള്ളതാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രദോഷം എന്ന് കേട്ടിട്ടുണ്ടോ? സാക്ഷാൽ മഹാദേവൻ ഏറ്റവും സന്തോഷവാനായിട്ട് കാണപ്പെടുന്ന സന്ധ്യയാണ് പ്രദോഷ ദിവസം എന്ന് പറയുന്നത്. മാസത്തിൽ 2 പ്രദോഷം വരാറുണ്ട്. ഈ പ്രദോഷ ദിവസത്തിൻ്റെ പ്രത്യേകത, നമ്മൾ എന്ത് ഭഗവാനോട് ചോദിച്ചാലും ഭഗവാൻ അത് വരവായിട്ട് നൽകും. നമ്മൾ എന്ത് ഭഗവാന് സമർപ്പിച്ചാലും അതെല്ലാം നമുക്ക് 100 ഇരട്ടി വരമായിട്ട് കിട്ടുന്ന ദിവസമാണ് പ്രദോഷ ദിവസത്തിലെ സന്ധ്യ. അതായത് വൈകുന്നേരം, പ്രദോഷം എന്ന് പറഞ്ഞാൽ തന്നെ വൈകുന്നേരം എന്നുള്ളതാണ്. ആ പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് അത്രയും വിശേഷപ്പെട്ടതാണ്. ഭഗവാൻ ഏറ്റവും സന്തോഷവാനാണ്. മാത്രമല്ല, ഭഗവാനെ ചുറ്റി സകല ദേവീദേവന്മാരും, നമ്മളീ പറയത്തില്ലേ, ഈ സകല ദേവീദേവന്മാരും, ദേവഗണങ്ങളും ഭൂതഗണങ്ങളും എല്ലാം ഭഗവാനെ ചുറ്റി നിൽക്കുന്ന ദിവസമാണ് ആ ഒരു ദിവസം എന്ന് പറയുന്നത്. ആ പ്രദോഷ ദിവസം 1 ഗ്ലാസ് പാല്, നല്ല 1 ഗ്ലാസ് പാല്, അത് തിളപ്പിക്കുകയൊന്നും വേണ്ട, പച്ചപ്പാൽ മതി, അത് നിങ്ങൾ എടുത്തു വെക്കുക. പശുവും പാല് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ പശുവും പാല് വാങ്ങി വെക്കുക. ആ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുമല്ലോ, നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ശിവചിത്രം വെച്ചിട്ട്, ശിവഭഗവാന്റെ ഏത് രൂപത്തിലുള്ള ചിത്രമായാലും മതി, ആ ശിവചിത്രം വെച്ചിട്ട് അതിന് മുന്നിലായിട്ട് ആ നിലവിളക്കിന് തിരി തെളിയിച്ച് 5 തിരിയിട്ട് കത്തിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്, കത്തിച്ച് അതിന് മുന്നിൽ ആ 1 ഗ്ലാസ് പാല് സമർപ്പിക്കുക. ഏറ്റവും ഗംഭീരമായിരിക്കും കേട്ടോ. ആ വീട് രക്ഷപ്പെടുമെന്ന് തന്നെ പറയാം. നിങ്ങളിത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു 2 or 3 പ്രദോഷം കഴിയുമ്പം തന്നെ, ഒരു മാസത്തിൽ 2 പ്രദോഷ നാളുകളാണ് ഉള്ളത്, ചിലപ്പോൾ ഒരു 2 or 3 പ്രദോഷത്തിന് നിങ്ങളിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ 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 സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു നിറയും. ആ വീട് അച്ചിട്ടായിട്ട് പറയുന്നു, ആ വീട് രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ക്ഷീരപ്രിയനാണ് ഭഗവാൻ അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച വീടുകളൊക്കെ ഐശ്വര്യത്താൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നുമില്ല, ഒരു ഗ്ലാസ്സിൽ പാലെടുക്കുക, നിലവിളക്ക് 5 തിരിയിട്ട് കത്തിക്കുക, ഭഗവാന്റെ ചിത്രം ഉണ്ടെങ്കിൽ അതിനെടുത്ത് വെക്കുക, മനോഹരമായിട്ട് വിളക്ക് തൊഴാൻ പോകുന്ന സമയത്ത് ആ 1 ഗ്ലാസ് പാല് ഭഗവാന്റെ ആ ചിത്രത്തിന് അല്ലെങ്കിൽ നിലവിളക്കിന് മുന്നിൽ സമർപ്പിച്ച് 2 കൈകളും കൂപ്പി ഓം നമഃ ശിവായ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രദോഷ നാളുകൾ കലണ്ടറിൽ കുറിച്ച് വെച്ച് ഇത് ചെയ്യുക. ഇതാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമല്ല. വർഷാവർഷം ശിവരാത്രി വ്രതം നോക്കുക. വർഷാവർഷം ശിവരാത്രി വ്രതം നോറ്റ് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഒരു വർഷത്തിൽ 1 ദിവസത്തെ കാര്യമാണ്. പിന്നെ ആ വർഷത്തിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഒന്നും സമയമില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. വർഷാവർഷം ആ ഒരു ഒറ്റ ശിവരാത്രി വ്രതം നോറ്റ് ഭഗവാന്റെ ശിവരാത്രി പൂജ കണ്ട് തൊഴാൻ പറ്റിയാൽ ആ ജന്മം തന്നെ ധന്യമായി എന്ന് പറയാം. ആ വീട്ടിൽ ഒരു കാലത്തും ആ ഈശ്വരാധീനം കുറയില്ല.
എപ്പോഴും ഭഗവാന്റെ കൃപയാൽ ആ വീട് ഐശ്വര്യത്താൽ രക്ഷപ്പെടുന്നതായിരിക്കും. ഇതാണ് 7ാമത്തെ കാര്യം. 7 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. നിങ്ങൾക്ക് പറ്റുന്ന മതി, 7-ൽ ഏതെങ്കിലും 2 വീട്ടിൽ ചെയ്യണം. ചിലർ ഈ 7ഉം ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ട്, ഈ വീഡിയോ കാണുന്നവരുണ്ടെന്നറിയാം. അങ്ങനെയുള്ളത് ഏറ്റവും നല്ല കാര്യം, ഏറ്റവും ഐശ്വര്യം, അതിൽ പരം ഒരു നന്മ കിട്ടാനില്ല. പക്ഷേ ഈ 7-ൽ ഒരു 2 എല്ലാവരും വീട്ടിൽ ചെയ്യണം. ജഗദീശ്വരനെ അനുഗ്രഹിക്കും, നല്ലതേ വരുള്ളൂ, നന്നായി വരുന്നതായിരിക്കും. അപ്പം ഇന്നിത് പറയാനും നിങ്ങൾ കേൾക്കാനും ഇടയായത് ഭഗവാൻ നിമിത്തം. ഓം നമഃ ശിവായ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.